നമസ്തേ, ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം. നമ്മളുടെ നാരായണീയ പഠനത്തിൽ ദശകം 4 അഷ്ടാംഗ യോഗവും തൽസിദ്ധി പ്രകാരവും എന്നുള്ളതിൽ നമ്മൾ ഇന്ന് പഠിക്കുന്ന ശ്ലോകം 12-ാമത്തെയാണ്. ശ്ലോകം നോക്കാം. ആസ്തിദൂതമഹരാലയേ യഥാ ശേഷവക്ത്രദഹനോഷ്മണാർദ്യതേ ഈയതേ ഭവതുപാശ്രയസ്തദാ വേദസപദമതപുരൈവ വാ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സന്ധിവിച്ഛേദം നോക്കാം. ആസ്തിതഃ പ്ലസ് അധ മഹരാലയേ യഥാ ശേഷവക്ത്രദഹനോഷ്മണ പ്ലസ് അർദ്യതേ ഈയതേ ഭവതുപാശ്രയഃ പ്ലസ് തഥാ വേദസഃ പദം പ്ലസ് അതഃ പുരാ പ്ലസ് ഏവ വ. സന്ധിവിച്ഛേദം കഴിഞ്ഞു. ഇനി പദച്ഛേദം നോക്കാം. മഹരാലയേ മഹർ ആലയേ ശേഷവക്ത്രദഹനോഷ്മണ ശേഷവക്ത്രദഹന ഊഷ്മണ ഭവതുപാശ്രയഃ ഭവത് ഉപാശ്രയഃ. പദച്ഛേദവും കഴിഞ്ഞു. ഇനി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കിയാലോ. അഥ മഹരാലയേ ആസ്ഥിതഃ. ധ്രുവപദ പ്രാപ്തിക്ക് ശേഷം മഹർലോകത്തിൽ സുഖമായി വസിക്കുന്നവനായിട്ട് യഥാശേഷ വക്ത്ര ദഹനോഷ്മണ അർദ്യതേ. എപ്പോഴാണോ അനന്തൻ്റെ മുഖത്തു നിന്ന് ഉയരുന്ന അഗ്നിയുടെ ചൂടിനാൽ അർദ്യതേ പീഡിപ്പിക്കപ്പെടുന്നുവോ തഥാ ഭവതുപാശ്രയഃ അപ്പോൾ അങ്ങേ തന്നെ ശരണം പ്രാപിച്ച് വാതഃ പുരാ ഏവ വേദസഃ പദമീയതേ. അഥവാ ശേഷവദനാഗ്നി പീഠയ്ക്ക് മുൻപ് തന്നെ, അതായത് ശേഷന്റെ വായിൽ നിന്ന് വരുന്ന അഗ്നിയുടെ പീഠയ്ക്ക് മുൻപ് തന്നെ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. ധ്രുവലോകത്തിൽ എത്തുന്നത് വരെയുള്ള ഗതി മുൻ ശ്ലോകങ്ങളിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. തുടർന്നുള്ള ഗതി പറയുന്നു ഇവിടെ. വഴി തിരഞ്ഞെടുക്കുവാൻ ജീവാത്മാവിന് സ്വാതന്ത്ര്യം ഉണ്ട്. ഭഗവാന്റെ വിഭൂതികളിൽ നിന്നുണ്ടായ വിവിധ ലോകങ്ങളിലെ ഐശ്വര്യങ്ങൾ കാണാനുള്ള കൗതുകമേ ജീവാത്മാവിനുള്ളൂ. ഈശ്വരപ്രാപ്തി എന്ന ലക്ഷ്യം കൈവിടുന്നില്ല എന്നർത്ഥം. കാണുന്ന ലോകങ്ങളിലെ ഭോഗങ്ങളിൽ താല്പര്യവും ഒന്നുമില്ല തന്നെ. ലക്ഷ്യം ഇവിടെ മറക്കുന്നില്ല. ഭഗവാനിൽ മാത്രം തൽപരനായ ഭക്തൻ ദിവ്യദൂതന്മാരുടെ 3 അകമ്പടിയോടുകൂടി മഹർലോകത്തിൽ എത്തുന്നു. അവിടെ ഭൃഗുനാരദാദികളായ മഹാന്മാരുടെ സഹവാസത്തോടെ കഴിയാം. പക്ഷേ മഹർലോകത്തിനും നാശമുണ്ട്. കൽപ്പ അവസാനത്തിൽ ആദിശേഷന്റെ മുഖത്തു നിന്നുണ്ടാകുന്ന പ്രളയാഗ്നി, അതാണ് നമ്മൾ നേരത്തെ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ശേഷവക്ത്ര ദഹനോഷ്മണ അർദ്യതേ എന്ന്. അങ്ങനെ ഉണ്ടാകുന്ന പ്രളയാഗ്നി ലോകങ്ങളെ ദഹിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അങ്ങയുടെ ഭക്തൻ ഭൃഗുനാരദാദികളോടൊപ്പം സത്യലോകത്തിലേക്ക് നയിക്കപ്പെടുന്നു. അതഃ പുരാ ഏവ എന്ന പ്രയോഗം കൊണ്ട് കൽപ്പാവസാനത്തിൽ അനന്തവക്ത്രത്തിൽ നിന്നുള്ള ദഹനോഷ്മാവ് അവിടെ എത്തുന്നത് വരെ കാത്തിരിക്കണമെന്നില്ല എന്നർത്ഥം. വേണമെന്ന് തോന്നിയാൽ അവിടെ കുറെ കാലം കഴിയാം, മതിയെങ്കിൽ വേറെ ലോകത്തിലേക്കും പോകാം. ഭഗവാനെ ആശ്രയിക്കുന്നിടത്തോളം മെച്ചമായ ലോകങ്ങളിൽ എത്താം. ദിവ്യപുരുഷന്മാർ ഭക്തനെ ബ്രഹ്മപദമായ സത്യലോകത്തിൽ എത്തിക്കുകയും ചെയ്യുന്നു. ഇതാണ് 12-ാം ശ്ലോകത്തിൽ പറയുന്നത്. സകലതും കൃഷ്ണപാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ.